നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ രുചികൾ തേടിയുള്ള യാത്രയിൽ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം ശാസ്ത്ര റോഡിലെ മനോഹരൻ ചേട്ടൻ്റെ കടയിലാണ്. പേര് പോലെ തന്നെ മനോഹരമാണ് ഈ കട. 14 വർഷം കൊണ്ട് ആണ് അച്ചാൻ്റെ ഈ കട മുമ്പോട്ട് പോകുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് മനോഹരൻ ചേട്ടനോട് ചോദിച്ചറിയാം. എന്റെ പേര് മനോഹരൻ. അച്ഛൻ ഇപ്പൊ ഈ ഒരു കട ഇവിടെ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇവിടെ തുടങ്ങിയിട്ട് 19 വർഷമായി. 19 വർഷമായി. അച്ഛൻ ഇവിടെ തന്നെ ആയിരുന്നു? ഞാൻ മേളിലായിരുന്നു, വൈകിൻസിയുടെ മൂലമല്ലായിരുന്നു. അവിടെ നടപ്പാത കിട്ടിയപ്പം അവിടെ ഇങ്ങോട്ട് പോകും. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ്? നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സോഡ നാരങ്ങ വെള്ളം. അത് 15 കൊല്ലമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. 15 വർഷം സോഡ നാരങ്ങ നമ്മൾ അന്ന് തൊട്ടുണ്ട് തണ്ണിമത്തങ്ങ. എങ്ങനെ ഇതിന്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ? സോഡ നാരങ്ങ സ്പെഷ്യൽ ആയത് 25 രൂപ. എന്തൊക്കെ നമ്മുടെ സ്പെഷ്യൽ? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇഞ്ചി മുളകും. ഇഞ്ചി മുളക്, അതാണ് അതിന്റെ സ്പെഷ്യൽ. ആയിക്കോട്ടെ, ഇഞ്ചി മുളക്. അപ്പൊ ഇത് എങ്ങനെയാ ഇപ്പൊ ഒത്തിരി ആളുകൾ വരുന്നുണ്ടോ? പൊതുവെ എല്ലാം ഒരു മന്ദതയാണ്, തീരെ കുറവാണ്. അല്ല, സാധാരണ വർഷങ്ങളെ അപേക്ഷിച്ച് കച്ചവടം ഇല്ല, കുറവാണ്. അല്ല, ഇപ്പൊ കോട്ടയത്തൊക്കെ നല്ല ചൂട് ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയം. അതിന്റെ അത് കണ്ടില്ല, ഇത് വഴി നിങ്ങൾ കാണുന്നു. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഭയങ്കര തിരക്കിടക്കുന്ന സമയം. പക്ഷെ ഇപ്പൊ ഇല്ല, അങ്ങനെ കച്ചവടം. അല്ല, ഇങ്ങനെ നമ്മൾ ഈ ഒരു റോഡിൽ സൈഡിലായോണ്ട് ആളുകൾ കണ്ട് നമ്മള് വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റേതായ നമ്മളെ അറിയാവുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ വന്നോണ്ടില്ല. ഇപ്പൊ അങ്ങനെ ആൾക്കാരെ തീരെ കുറെ, എല്ലാം ഓൺലൈനൊക്കെ ആയപ്പോ അതിന്റെ ഒരു മാന്യം നമുക്കുണ്ടല്ലേ. നമുക്ക് വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടാക്കി തരാം? എന്ത് വെള്ളം തരാം. സോഡ നാരങ്ങളാണ് നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസൊക്കെ വെടിയും പോകാൻ. സോഡ നാരങ്ങ, തണ്ണിമത്തൻ ജ്യൂസൊക്കെ ഒന്ന് കുടിച്ചു നോക്കണം. അത് എന്തൊക്കെയാ നമ്മൾ അതിനകത്ത് തണ്ണിമത്തൻ ഒരുപാട് വേറെ വെറൈറ്റീസ് ഉണ്ട്. എത്ര റേറ്റ്? 30. അപ്പൊ നമുക്ക് വേണ്ടി സോഡ നാരങ്ങ, സ്പെഷ്യൽ സോഡ നാരങ്ങ ഉണ്ടാക്കുക. അതെന്താ? അത് ആദ്യം ഇട്ട് ഉപ്പ്. ഇത് മധുരം. നാരങ്ങ വന്നു. എങ്ങനെ ഫ്രിഡ്ജും ഐസ്? അത് ഐസാണ്. ആണോ? അത് ഇവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഐസ് മേടിച്ചുകൊണ്ട് വെച്ച് തണുപ്പിക്കും. മറ്റേ തണ്ണിമത്തൻ ജ്യൂസിന് ഇത് നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ ഇഞ്ചി മുളക്. ഇത് രണ്ടുമാണ് ഇപ്പൊ നാരങ്ങ വെള്ളത്തിന്റെ സ്പെഷ്യൽ ഐറ്റംസ്. ഇതെങ്ങനെ വെച്ചാൽ വീട്ടിൽ എടുത്തോണ്ട് വരും. അപ്പം നമ്മുടെ അച്ചാന്റെ സ്പെഷ്യൽ കൂട്ട് റെഡിയാക്കി തന്ന നാരങ്ങ വെള്ളമാണ്. കുടിച്ചോ. പക്ഷെ നാരങ്ങ വെള്ളത്തിന്റെ ഇപ്പം പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു എരിയുണ്ട്. അതെങ്ങനെയാണ് ഇതിന്റെ? മുളകല്ലേ പ്രധാന ഘടകം. അപ്പൊ മറ്റേ നമ്മള് വേറെ എവിടെയൊക്കെ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ എത്ര ഒരു എരി അതിന് വരത്തില്ല. അത് അവർക്ക് ആ രീതിയിൽ അവർ ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത ആ എരി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു കിക്ക് കിട്ടണമെങ്കിൽ എരി ഇത് തന്നെ എടുക്കണം. ഇതെങ്ങനെ വെച്ചാൽ നമ്മള് മേടിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചേക്കാളും ഇതിന് ഇതെല്ലാം വീട്ടിൽ നിന്ന് അല്ലല്ല, ഇത് ഇവിടെ വെച്ച് ചെയ്യും. ആണല്ലേ? എല്ലാ ദിവസവും അങ്ങനെ ഇവിടെ തന്നെ കൊണ്ടുവന്ന ഇവിടെ തന്നെ ചെയ്യും. ഇത് വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരാൻ പറ്റത്തില്ല. നമ്മളെ കണ്ട് ഇതിനകത്ത് ഇപ്പൊ എന്തൊക്കെയാണ് ചേർത്തത്? അതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് പരസ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ഇല്ല. കഴിച്ചു നോക്കുക. അതെല്ലാം എന്തായിരിക്കും അതിന്റെ ഒരു സീക്രട്ട് ഉണ്ട്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇല്ല, അത് പരസ്യമാക്കിയ നമ്മുടെ കച്ചവടം കഴിയും. ഇതിനകത്ത് തോന്നുന്നുണ്ട് കൂടുതൽ ആൾക്കാർ. ഇതിനുമുണ്ട് എല്ലാം. ഇപ്പൊ പൊതുവെ ചൂടല്ലേ, ചൂട് കൂടുമ്പോ മനുഷ്യൻ ഇച്ചിലൂടെ തണ്ണിമത്തൻ ജ്യൂസിനോട്. അല്ല, എന്നാലും ഈ മധുരത്തിന്റെ മധുരം പഞ്ചസാര നമ്മൾ ചേർക്കും. പിന്നെന്തേലും ഇതിനകത്തൊരു പ്രത്യേകത പറഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ്. അത് പ്രത്യേക സാധനം നമ്മൾ സ്പെഷ്യൽ കൂട്ടാണ്. അപ്പൊ നമ്മളത് അതൊക്കെ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടത്തെ ബാധിക്കും. ഇതിന് നല്ല മേടിക്കാൻ വേണ്ടി ആവശ്യത്തിനാവണം. മുമ്പേ പറഞ്ഞു ഇതിന്റെ എല്ലാം പൊതുവെ തിരക്ക് കുറവാണ്, ആള് കുറവാണ്. അതിൻ്റെതായ ഒരു അല്ല അച്ഛനിപ്പോ ഒരു പഴയ കാലത്താണ് ആളുകളോ അതോ ഇപ്പൊ ഈ ഒരു പുതിയ കാലത്ത് ആളുകള് നല്ലപോലെ വരുന്നുണ്ടോ? അതോ അതാ പറഞ്ഞു, പൊതുവെ എല്ലാം ഇപ്പൊ ഓൺലൈൻ ആയപ്പോ ആൾക്കാരുടെ വരവ് കുറഞ്ഞു, ആവശ്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെല്ലാം വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റിയ സാഹചര്യമായപ്പോ ആളുകളുടെ വരവ് കുറഞ്ഞു. അപ്പൊ അതിൻ്റെതായ കുറവ് നമുക്ക് കൂടി ഉണ്ട്. കച്ചവടത്തിലുണ്ട്. ചൂട് ഒരു പ്രശ്നമല്ല. അപ്പൊ ചൂടൊന്നും ഒന്നും മനുഷ്യനെ ബാധിക്കുന്നു. മനുഷ്യൻ ചൂടാ. ഇവിടെ എങ്ങനെയുണ്ട് കട? അടിപൊളി കടയാണ്. ഞാൻ സ്ഥിരം കയറാറുള്ള ഇവിടെ
ഞാനിപ്പോൾ ഇവിടെ സർവീസ് സെൻ്ററാണ് വർക്ക് ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് പോയിട്ട് ഇപ്പോൾ ചൂടൊക്കെ ആയിട്ട് ഇവിടെ സ്ഥിരം കയറുന്ന ഒരു കടയുണ്ട്. സ്പെഷ്യലായിട്ട് ഞാൻ അവിടെ വന്ന് കൂടുതലും മേടിക്കുന്നത് നാരങ്ങളാണ്, സോഡ നാരങ്ങളാണ്. വെറും സോഡ നാരങ്ങളല്ല, അതിനകത്ത് ഒത്തിരി ഫ്ലേവർ ചേരുന്നുണ്ട്. ഇഞ്ചിയാണെങ്കിലും കുറച്ച് എരിവൊക്കെ വരുന്ന ഫ്ലേവറാണ്. പിന്നെ കൂടുതലും ഇനി തണ്ണിമത്ത ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ തണ്ണിമത്തൻ്റെ വന്നുകൊണ്ട് തണ്ണിമത്തോടെ മേടിക്കാറുണ്ട്. കോട്ടയത്തെ ചൂട് പൊതുവെ ഇച്ചിരി കൂടുതലാണ്, മൊത്തത്തിൽ രക്ഷയില്ല. ഒരു അസുഖം തന്നെയാണ്. ദാഹിച്ച് വരുന്നവർക്ക് തന്നെ കുറച്ച് ആശ്വാസം നൽകുന്ന ഇതുപോലെ കടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക്. എങ്ങനെയുണ്ടോ നല്ല നല്ല അമ്മ ഇതാണോ ഇഞ്ചി മുളക് ഇട്ടാണോ അതോ അല്ലാതെ ആണോ? ഇതേ കുടിക്കത്തുള്ളൂ. ഇത് നമ്മുടെ തണ്ണിമത്തങ്ങ എടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പൊ നമ്മള് കോട്ടയം ശാസ്ത്ര റോഡിലുള്ള മനോഹരൻ ചേട്ടന്റെ വിശേഷങ്ങളാണ് ജാഗ്രത ന്യൂസിലൂടെ പങ്കുവെച്ചത്. ഇങ്ങനെയുള്ള ചെറിയ കടകൾ എന്നും നമുക്കൊരു ആശ്വാസമാണ്. ഈ ഒരു ചൂടത്ത് ഒന്ന് ദാഹിച്ചു വരുമ്പോൾ ഒന്ന് നമുക്കൊന്ന് തൊണ്ട നനയ്ക്കാൻ അല്ലെങ്കിൽ നമുക്കൊന്ന് ആശ്വാസമേകാൻ ഇങ്ങനെയുള്ള കടകൾ എപ്പോഴും നമുക്ക് അത്യാവശ്യം തന്നെയാണ് എന്ന് നമുക്ക് പറയാനുള്ളത്. കോട്ടയം ശാസ്ത്ര റോഡിൽ നിന്ന് ടീം ജാഗ്രത.